Hello friends, welcome to Talent Academy Hub. Today we are going to discuss some basic general knowledge questions. So you guys who hadn't watched my previous videos, just go through it and please don't forget to subscribe my channel. So let's start today's session. Who was known as the right hand of Mahatma Gandhi during his political activities in South Africa? It was Herman Kallenbach. Herman Kallenbach ആയിരുന്നു മഹാത്മാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ. ഈ ഹെർമൻ കെല്ലൻബാഷ് ഒരു ജർമ്മൻ ആണ്, ജർമ്മൻ നേറ്റീവ് ജൂയിഷ് ആണ്. Which was the first newspaper printed in Malayalam? It was Rajya Samacharam and it was started by Herman Gundert. Herman Gundert under Christian Missionaries of Basel Mission. Important question ആണ്, previous question ആണ്. Under the Christian Missionaries of Basel Mission on June 9, 1847 from Ilikunnu in Talasheri. So Herman Kallenbach ആയിരുന്നു മഹാത്മാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഹെർമൻ ഗുണ്ടർട്ട് ആണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ചത്. ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഡേറ്റ് ഓർത്തു വെക്കാം. ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഓൺ 1947. അപ്പൊ എക്സാക്ട് ഒരു 100 years ബാക്ക് ആണ്. അത് 1847 ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ സമാചാരം പ്രിന്റ് ചെയ്യുന്നത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ബേസൽ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് പ്രിന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ഇല്ലിക്കുന്ന് ഇൻ തലശ്ശേരി. 100 years back 1947 ഇൻഡിപെൻഡൻസ്, 100 years back 1847 ആണ് സമാചാരം പ്രിന്റ് ചെയ്യുന്നത്. What was Mahatma Gandhi's profession in South Africa? He was a lawyer there. Gandhiji, the story of my experience with truth was originally written in Gujarati. Who translated it into English? It was Mahadev Desai. The story of my experience with truth. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിയുടെ ആത്മകഥയാണ്. ഗുജറാത്തി ലാംഗ്വേജിലാണ് അത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മഹാദേവ് ദേശായി ആണ്. Mahadev Desai was an activist of Indian freedom movement. He is known for his job of Mahatma Gandhi's personal secretary and he died on 15th August 1942. ഇയർ നമുക്ക് റിലേറ്റ് ചെയ്യാം. 1942 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഗാന്ധിജി ഇനിഷ്യേറ്റ് ചെയ്തത് 1942. ആ സെയിം ഇയർ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി അന്തരിക്കുന്നത്. ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത് മഹാദേവ് ദേശായി ആണ്. When did Gandhiji won Nobel Prize? Never. Gandhiji have never won Nobel Prize. But Gandhiji was nominated 5 times for the Nobel Prize in the years 1937, 38, 39, 47 and 48. But he was not awarded with this award because he was assassinated in 1948 and Nobel Prize is not awarded posthumously. The first individual to be honored Bharat Ratna posthumously was Lal Bahadur Shastri. Lal Bahadur Shastri ഇന്ത്യയുടെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹത്തിന് 1966 മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന ലഭിക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. തഷ്കന്റ് കരാർ വാസ് സൈൻഡ് ഓൺ 1966 തന്നെയാണ്. 1966 it was this treaty or this declaration just ended the war of 1965 between India and Pakistan and it was signed in 1966 at Tashkent in USSR. അലക്സി കോസിഗൻ ആയിരുന്നു USSR അന്നത്തെ പ്രീമിയർ ആയിരുന്നു, ഗവൺമെന്റ് പ്രീമിയർ ആയിരുന്നു. മീൻസ് ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആയിരുന്നു അലക്സി കോസിഗൻ. അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുത്തത്. ആൻഡ് ഈ ലാൽ ബഹദൂർ ശാസ്ത്രി 1966 തഷ്കന്റ് ഡിക്ലറേഷൻ സൈൻ ചെയ്തതിന് പിറ്റേ ദിവസമാണ് അവിടെ വെച്ച് തന്നെയാണ് മരിക്കുന്നത്. ആൻഡ് he is the first prime minister of India to die outside India. Then who was the founder of Natal Indian Congress NIC? It was Mahatma Gandhi ആണ്. The Natal Indian Congress was an organization that aimed to fight discrimination against Indians in South Africa. Natal Indian Congress അതിപ്പോ ഇന്ത്യയിലുള്ളതല്ല, സൗത്ത് ആഫ്രിക്കയിലുള്ളതാണ് Natal Indian Congress. It was aimed to fight discrimination against the Indians in South Africa. It was founded by Mahatma Gandhi in 1984. This year is very much important. Mahatma Gandhi founded Natal Indian Congress on 1894.
A constitution was put in place on 22nd August of 1894. Gandhiji was the honorary secretary and Dada Abdullah was elected as the president. അപ്പോൾ നേറ്റാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹോണററി സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തത് മഹാത്മാഗാന്ധിയെയും പ്രസിഡന്റ് ആയിരുന്നത് ദാദാ അബ്ദുള്ളയും ആയിരുന്നു. When did Gandhiji return to India from South Africa? 1915 Gandhiji quitted all his activities in South Africa and traveled back to India permanently. Gandhiji returned to India in 1915 permanently and joined Indian National Congress with Gopala Krishna Gokhale as his mentor. വളരെ important ആയ ക്വസ്റ്റ്യൻ ആണിത്. Who was the political mentor of Mahatma Gandhi? It was Gopal Krishna Gokhale ആണ്. സൗത്ത് ആഫ്രിക്കയിൽ പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഗാന്ധിജി പലപ്പോഴും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ നിന്ന് തന്നെയാണ്. The book The Satyagraha was originally written in Gujarati language. The book Satyagraha was originally written in Gujarati language ആണ്. Who was the first Keralite to win Rajiv Gandhi Ghel Ratna Award? It is K.M. Beenamol. Then what is Rajiv Gandhi Ghel Ratna Award? Officially known as Rajiv Gandhi Ghel Ratna Award in Sports and Games is the highest sporting honor of the Republic of India. Highest sporting honor ആണ് Rajiv Gandhi Ghel Ratna Award. The award is named after Rajiv Gandhi, former Prime Minister of India who served his office from 1984 to 1989. The first Prime Minister to be assassinated was Indira Gandhi ആണ്. The first Prime Minister to be assassinated was Indira Gandhi ആണ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമാണ് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ചുമതലയേൽക്കുന്നത്. അപ്പോൾ 1984 മുതൽ 1989 വരെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാജീവ് ഗാന്ധിയാണ്. ഈ 1984 ഭോപ്പാൽ ഡിസാസ്റ്റർ സംഭവിക്കുന്നത്. The Bhopal disaster was actually a gas leak incident on the night of 2nd and 3rd December 1984 at the Union Carbide India Limited UCIL. വളരെ ഇമ്പോർട്ടന്റ് ആണ്. Union Carbide India Limited pesticide plant in Bhopal, Madhya Pradesh. After this incident, after 2 years, on 1986, the Parliament has passed Environment Protection Act of 1986. ഇപ്പോഴത്തെ EAA ഒക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1896. ആക്ച്വലി ഭോപ്പാൽ ട്രാജഡി ഓഫ് 1984 തന്നെയാണ് ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് കണക്കാക്കുന്നത്. Then who is known as the father of Indian nuclear program? Indian nuclear programമിന്റെ ഫാദർ ആയി കരുതുന്നത് ഡോക്ടർ ഹോമി ജെ ബാബയാണ്. ഡോക്ടർ ഹോമി ജെ ബാബ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ ഹോമി ജെ ബാബ is considered as the father of Indian nuclear program. Dr. Homi J. Baba was killed when Air India Flight 101 crashed near Mount Blanc on 24 January 1966. നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. 1966 തന്നെയാണ് താഷ്കന്റ് ഡിക്ലറേഷൻ ലാൽ ബഹദൂർ ശാസ്ത്രി സൈൻ ചെയ്യുന്നത്. And on 1966 itself, after the death, Lal Bahadur Shastri was awarded Bharat Ratna posthumously. So 1966 നമുക്ക് ഓർത്തിരിക്കാം. Author of the book Flight to Parliament was written by Rajesh Pilot. The author of the book Flight to Parliament was written by Rajesh Pilot. ഇപ്പോഴത്തെ ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന സച്ചിൻ പൈലറ്റിന്റെ ഫാദർ ആണ് രാജേഷ് പൈലറ്റ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് The Flight to Parliament. Then who designed AK-47 assault rifle? It was Mikhail Kalashnikov ആണ്. Mikhail Kalashnikov is the Russian who designed AK-47 assault rifle. April thesis is related to which Russian leader? Lenin. April thesis was related to which Russian leader? It was Lenin. Who is considered as the founder of modern Russian literature? Alexander Pushkin. Alexander Pushkin is considered as the father of modern Russian literature. The first space traveler Yuri Gagarin was died on a plane crash on 1968. 1968 ഫസ്റ്റ് സ്പേസ് ട്രാവലർ ആയി യൂറി ഗഗാറിൻ അന്തരിക്കുന്നത്. ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റിലാണ് അദ്ദേഹം തന്നെ ക്രാഷ് ഓഫ് ചെയ്താണ് മരിക്കുന്നത്. അങ്ങനെയാണ്. ഇന്ത്യസ് ഫസ്റ്റ് സ്പേസ് ട്രാവലർ വാസ് രാകേഷ് ശർമ്മ. The city known as Queen of Deccan is Pune. The city known as Queen of Deccan is Pune. Foreign policy undertook by the Napoleon against the British Empire was continental system. Continental system എന്ന് നമുക്കറിയാം. ഗ്രേറ്റ് ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാനായിട്ട് ഫ്രഞ്ചിൽ നെപ്പോളിയൻ തുടങ്ങിയ ഒരു പദ്ധതിയാണ് കോണ്ടിനെന്റൽ സിസ്റ്റം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. സോ
നിങ്ങൾ എല്ലാവരും പ്രീവിയസ് വീഡിയോസ് കാണുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ടുമാറോ, ബൈ.